പരിപാടിക്ക് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരളത്തിൻ്റെ 14 ജില്ലയിൽ നിന്നും കോർഡിനേറ്റ് ചെയ്ത് 5 ദിവസം കൊണ്ട് ഡൽഹിയിൽ തങ്ങി നിന്ന് ഡെയിലി ഈ പരിപാടിക്ക് പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും കുട്ടികൾക്ക് നീതി ലഭിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത്. ഉറപ്പായിട്ടും ഈ കേന്ദ്ര സർക്കാരിൻ്റെ നീതി കുട്ടികൾക്ക് ഉറപ്പാക്കണം എന്നാണ് ഞങ്ങളുടെ തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്തതും ഏറെ വേദന നമുക്ക് സൃഷ്ടിച്ചതായ ഒരു സംഭവമാണ്. അതുമാത്രമല്ല, ഇന്ന് 22ഓളം കുട്ടികൾ മരണത്തിൻ്റെ കീഴിലേക്ക് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും വലിയൊരു ക്രൂരത കണ്ടിട്ടും ഈ കേന്ദ്ര സർക്കാർ ഇപ്പോഴും കണ്ണു തുറന്നിട്ടില്ല. അപ്പോൾ ഇതിനെതിരെ ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ്. ഇത് ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഇതിലും വലിയ സമര പരിപാടികളുമായിട്ട് ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് സേവാദളുടെ ഒത്തുകൂടി വലിയ സമര പരിപാടികൾ ഉണ്ടാക്കുമെന്ന് ഇതിനായി അറിയിച്ചുകൊണ്ടാണ്. ഞങ്ങൾ ടോട്ടൽ ഇവിടുന്ന് 40 പേരുണ്ട്. കുറച്ച് പേര് വന്നിരിക്കുന്നുണ്ട്. റൂമിൽ തങ്ങിയിട്ടുണ്ട്. അവർ വലിയ പ്രശ്നത്തിലാണ്. അടച്ചു പോകാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് ഇവിടെ നമ്മൾ അങ്ങോട്ടേക്ക് വേണം. അതുകൊണ്ട് അത് വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കണമെന്നാണ് നമ്മുടെയൊക്കെ താല്പര്യം. നമ്മൾ അതിനുവേണ്ടി തന്നെ കേരളത്തിൽ നിന്ന് ഇവിടം വരെ എത്തിയിരിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ ഓരോ ജോലികളുണ്ടായിട്ട് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾ കഷ്ടപ്പെട്ട് പഠിച്ച് അവരുടെ അടുത്ത തലമുറ, അതായത് അവരെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു പരീക്ഷ എഴുതുമ്പോൾ ആ പരീക്ഷയെ സർക്കാർ വേറൊരു തരത്തിൽ കണ്ട് അവർ കുത്തിയിരുന്ന് പഠിച്ച് ആ വിദ്യാഭ്യാസ നയങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് ഈ BJP സർക്കാർ, കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെങ്കിൽ അതിനെ ശക്തിയുക്തം കോൺഗ്രസിൻ്റെ പ്രസ്ഥാനത്തിൽ ശക്തിയുക്തം അതിനെ എതിർക്കുന്നു. പക്ഷെ ഒന്ന് ഞങ്ങൾ പറയുന്നു, 2 നാളിന് മുമ്പ് ഒരു പെൺകുട്ടിയുടെ തലക്കടിച്ച് കൊന്ന ഗവൺമെന്റാണ്. മരിച്ചിട്ടില്ല, സീരിയസ് ആണ്. പക്ഷെ അതിന്റെ ജീവിതം അങ്ങോട്ടോ ഇങ്ങോട്ടോ മോദി ഗവൺമെന്റ് അതിന് ഉത്തരം പറയേണ്ടി വരും. കേരളത്തിന്റെ ജനത ഒന്നോടിറങ്ങും എന്നുകൂടി ഒരു വാണിംഗ് ഈ സംസ്ഥാന കേന്ദ്ര സർക്കാരിന് ഞങ്ങൾ കൊടുക്കാനും കൂടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്.